ഹായ് ഫ്രണ്ട്സ്, എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. എന്താ പിന്നെ എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? എനിക്ക് ഇവിടെ സുഖമാണ്. ഞാൻ ഇന്ന് പൊന്നാങ്കണ്ണി ചീര നടാൻ പോവാണ്. ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണല്ലോ പൊന്നാങ്കണ്ണി ചീര. ഇത് സാധാരണ വയലിൽ വരമ്പത്തൊക്കെ ഉണ്ടാവുന്നതാണ്. പറിച്ച് നമ്മൾ തോരൻ ഉണ്ടാക്കൽ. ഇപ്പോൾ ഇതങ്ങനെയല്ല, എല്ലാവരും ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നടുന്ന ഒന്നാണ്. ഞാനും ഇത് നടാം. ഞാൻ നടാൻ പോകുന്നത് ഈ സിമൻറ്റ് ചാക്കിലാണ്. നിലത്തല്ല നടുന്നത്. സിമൻറ്റ് ചാക്കിൽ നട്ടാൽ നമുക്ക് വെയിലുള്ള സ്ഥലത്ത് ഇത് വെക്കാമല്ലോ. ഞാൻ സിമൻറ്റ് ചാക്ക് അടിഭാഗം ഹോൾസ് ഉണ്ടാക്കി ഒരു ചാക്കിൻ്റെ പകുതി ഭാഗം എടുക്കുന്നുള്ളൂ. ചീരയാണല്ലോ, താഴോട്ടേക്കൊന്നും ഇറങ്ങൂരല്ലോ അത്ര അധികം. ഇനി നമുക്ക് ഇതിൽ കരിയില മണ്ണ് നിറക്കാം. ഞാൻ കരിയില നിറക്കട്ടെ കേട്ടോ. കരിയില നിറക്കട്ടെ. ഇങ്ങനെ അങ്ങ് ശ്രദ്ധിച്ച് നടിയൊന്നും വേണ്ട. കരിയില ആവുമ്പോൾ പൊന്നാങ്കണ്ണി ചീര വേഗം വേര് പിടിക്കുന്ന ഒന്നാ. ഇപ്പൊ മണ്ണ് ഉറച്ചു പോണ്ട. പിന്നെ കരിയില നല്ല വളവുമാണ്. അധികം മണ്ണില്ല ഇവിടെ. മെയിൻ പ്രശ്നം അതാ, മണ്ണ് കുറവാ. എല്ലാം സിമന്റ് ഇട്ടത് കൊണ്ട്. ഇപ്പൊ ഞാൻ കരിയില ഇങ്ങനെ എടുക്കുമ്പോ ശ്രദ്ധിക്കണേ, പാമ്പ് പഴുതാറ എല്ലാം ഉണ്ടാവും. ഇത്ര മതി. കരിയില അത്ര അധികം ഒന്നും ഇടുന്നില്ല, ചീരയല്ല. പൊന്നാങ്കണ്ണി ചീര ഇത് ഞാന് നാട്ടിൽ പോയപ്പോ എനിക്ക് നാത്തൂൻ തന്നതാ. നാത്തൂനാണെങ്കിലോ നാത്തൂന്റെ ഉമ്മ കൊടുത്തതാ. അപ്പൊ മലപ്പുറത്ത് നിന്ന് കോഴിക്കോടേക്ക് വന്ന്, കോഴിക്കോട് നിന്നിപ്പോ വയനാട്ടിലേക്കാണ് ഇപ്പൊ ഇത് വന്നത്. ഇതിന്റെ ഗുണം അറിഞ്ഞ് നമ്മൾ ഞെട്ടു. പേര് പോലെ തന്നെ കണ്ണിന് പൊന്ന. ഇതിങ്ങനെ പൊട്ടിച്ചെടുത്താ മതി. നിറയെ നട്ടു കൊടുക്ക. ഇങ്ങനെ നട്ടു കൊടുത്താൽ പെട്ടെന്ന് വേര് പിടിക്കും. ഇത് വെയിലത്താണ് ഉണ്ടാകുന്നതെങ്കിൽ ഇതിന് റെഡ് കളറാ. തണലത്താണെങ്കിൽ ഇതിന് പച്ചയാ. ഇതിന്റെ ഗുണം അറിഞ്ഞത് കൊണ്ടാണ് എല്ലാരും ഇപ്പോ പൊന്നാങ്കണ്ണി ചീര കൃഷിയിലേക്ക് പോയത്. ഇതിപ്പോ പൈസ കൊടുത്ത് വരുത്തിക്കുന്നതാണ് പോലും ഓൺലൈനിലൊക്കെ. ഇവിടെ അതൊന്നും വേണം, ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നേ ഉള്ളൂ. ഇത് ഇടയ്ക്ക് ഇങ്ങനെ ചാണകവെള്ളം എന്തോ ഒഴിച്ചു കൊടുത്താൽ നമ്മൾ നോക്കി നിൽക്കേ വളരും. ഒന്ന് കഴിഞ്ഞു, ഇനി ഞാൻ രണ്ടാമത്തെ നടുക. ഇതെന്നെ കുറെ സ്ഥലത്ത് ഇങ്ങനെ പരത്തി നടാനുണ്ട്. ഒരു തണ്ട് മതി, പെട്ടെന്ന് വേര് പിടിക്കുന്നത് കൊണ്ട്. ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. പിന്നെ ദഹനത്തിന് എത്രയോ നല്ലതാ. ദിവസേന പൊന്നാങ്കണ്ണി ചീര കഴിക്കുകയാണെങ്കിൽ നമ്മൾ കാഴ്ച ശക്തി വർദ്ധിക്കും. ഇതിന്റെ അനുഭവത്തിലാണ്. പിന്നെ ഇത് നല്ല ഹൈറ്റുള്ള ചാക്കൊന്നും വേണമെന്നില്ല. അടിയിൽ കരിയിലിട്ടത് കൊണ്ടേ പൊന്നാങ്കണ്ണി ചീരന്റെ വേരങ്ങ് ഓടിക്കോളും. പെട്ടെന്നുണ്ടാവും. ഇതിന്റെ തളിരാണ് നമ്മൾ പറിക്കേണ്ടത് കേട്ടോ. കുറച്ച് മൂപ്പെത്തിയ ടേസ്റ്റ് കുറയും. തളിര് ഇങ്ങനെ നുള്ളിയിട്ട് തോരൻ ഉണ്ടാക്കുക. ഇത് ബാക്കി ഭാഗം അവിടെ തന്നെ നട്ടു കൊടുക്കുക. ഇങ്ങനെ നട്ടുപിടിപ്പിച്ചാൽ ഇതിപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞാൽ കാട് പോലെയാവും. അത് നുള്ളി കൊടുക്കുക. അതിന്റെ ബാക്കി വേറൊരു പാത്രത്തിൽ നടാം. ഇത് അലങ്കാരത്തിനും നല്ലതാണ്. ഒരു അലങ്കാര ചെടിയാക്കിയിട്ട് ഇങ്ങനെ വരിയിൽ നട്ടാലേ നല്ല ഭംഗിയുണ്ടാവും. ഞാനിത് വെയിലത്ത് നടാൻ വേണ്ടിയിട്ടാണ്, വെയിലത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ചാക്കിലാക്കിയിട്ട് മുറ്റത്ത് വെച്ചാൽ നല്ല സൂര്യപ്രകാശം കിട്ടും. ഞാൻ നനച്ചു കൊടുക്കും. നനച്ചു കൊടുത്താലോ വേഗം ഉണ്ടാവും. അങ്ങനെ നമുക്ക് ദിവസേന ഈ തോരൻ വെക്കാം. പൊന്നാങ്കണ്ണി തോരൻ കാഴ്ച ശക്തി വർദ്ധിക്കാൻ നല്ലത്, ആരോഗ്യത്തിന് നല്ലത്. ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ പൊന്നാങ്കണ്ണി ചീരയൊക്കെ നട്ടു വളർത്തിയാൽ എന്ത് സുഖമായിരിക്കും എന്നറിയോ? നമുക്ക് മരുന്നടിക്കാത്ത ചീര നമുക്ക് മക്കൾക്ക് കൊടുക്കാലോ. മക്കൾക്കൊക്കെ അത് സൂപ്പറാ. ഇതിപ്പോ ഇങ്ങനെ ഞാറ് നടുപോലെ നടുക. അപ്പൊ ഒരു ചാക്ക് അവിടെ നട്ട്
ഇതിപ്പം വേറെ ഒരു ചാക്ക്. ഇതിപ്പം ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വിളവെടുക്കും. ഒരാഴ്ച മതിയാവും. അന്നപ്പത്തിനേക്ക് ഇതിങ്ങനെ വേഗം ഇലകൾ വരും. ഞാൻ അധികം ഒടിച്ച് കുത്തുന്നൊന്നുമില്ല. കുറച്ച് വലുതാക്കി തന്നെ നടുന്നത്. കുറേ ഉണ്ട്. ഒരു ചാക്ക് നട്ട്, രണ്ടാമത്തെ ചാക്ക് നട്ട്, ഇത് മൂന്നാമത്തതാ. മൂന്നാമത്തെ ചാക്കിലും നട്ട് കഴിഞ്ഞാൽ ഞാനിത് വെയിലത്ത് വെക്കും, നനക്കും. ഇതിന്റെ ഓരോ വളർച്ച ഒരാഴ്ച ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവര്, ഞാൻ സ്നേഹത്തോടു കൂടെ പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇത് ഇഷ്ടം പോലെ വളർന്നു കഴിഞ്ഞാൽ ആരെന്നോട് ചോദിച്ചാലും ഞാനിത് പൊട്ടിച്ചു കൊടുക്കും. എനിക്ക് ഉണ്ടാക്കാനേ താല്പര്യമുള്ളൂ. കഴിക്കാൻ അത്ര അങ്ങോട്ട് ആള് കുറവായത് കൊണ്ട് എനിക്കിങ്ങനെ ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്നത് എനിക്ക് എൻ്റെ വീക്ക്നെസ്സാണ്. ഞാൻ പലതും കൃഷി ചെയ്തുണ്ടാക്കും, എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും. ഉണ്ടായി കാണാനാണ് എനിക്ക് ഇഷ്ടം. ഇപ്പോൾ എൻ്റെ 3 ചാക്കും കണ്ടില്ലേ നിങ്ങൾ നട്ടത്? ഇത്ര പെട്ടെന്ന് അത് നട്ടെന്നറിയോ? നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് പലതും ഉണ്ടാക്കിയെടുക്കും. വെള്ളച്ചീര ഉണ്ട്, അതിപ്പോൾ നാളെ നടാം. ഇത് ഞാൻ കൊണ്ടുവച്ചിട്ട് ഒരാഴ്ചയായി. ഞാൻ മണ്ണിലാണ് കുത്തി വെച്ചത്. ഇന്നാണ് ഇപ്പോൾ അതൊന്ന് ആളാക്കി എടുക്കുന്നത് ഇവരെ. ഇനി ഞാനിത് വെയിലത്ത് വെക്കും, നനക്കും, ദിവസേന ശ്രദ്ധിക്കും. ഞാൻ ചീര ഇങ്ങനെ പൊന്നാങ്കണ്ണി ചീര പറിക്കുന്നത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ.